അമൽ, അതിനിടയ്ക്ക് ഒരു സംശയമുണ്ടായത്. അപ്പോൾ അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ പറയുന്നത് പോലെ അവിടെ ഒരു ഉപകരണം കാണാനില്ല എന്ന് പറഞ്ഞത് ഡോക്ടർ ഹാരിസ് തന്നെയാണ്. അദ്ദേഹത്തെ ചോദ്യം ചെയ്തപ്പോൾ എന്ന വാക്കാണ് അദ്ദേഹം ആദ്യം ഉപയോഗിച്ചത്. പിന്നീട് അദ്ദേഹം ടെക്നിക്കലാണെന്ന് വിശദീകരിക്കുകയും ചെയ്തു. എന്തായാലും അദ്ദേഹത്തിന്റെ മൊഴി പ്രകാരമാണ് അവിടെ ഒരു ഉപകരണം ഇല്ലാതെ പോയത്, കാണാതെ പോയത് എന്ന വിവരം തന്നെ കിട്ടുന്നത്. അതിന്മേലുള്ള അന്വേഷണമാണ് എന്ന് പറയുന്നു. ഡോക്ടർ ഹാരിസ് ഇതിൽ പറയുന്നത് എന്താണ്? ഡോക്ടർ ഹാരിസ് നിഷേധിക്കുകയാണ്. ഉപകരണം കാണാനില്ല എന്ന് താൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ഉപകരണം അത് ഉപയോഗിക്കാൻ അറിയില്ല, അതുകൊണ്ട് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലാതെ ഇത് കാണാനില്ല എന്ന് പറയുന്നില്ല. ഡോക്ടർ ഹാരിസിനോടൊരു വിശദീകരണം ചോദിച്ചിരുന്നു DME. എന്തായാലും ആ വിശദീകരണത്തിൽ അദ്ദേഹം ഇതുവരെയും മറുപടി നൽകിയിട്ടില്ല. അതിനെ ഒരു വിശദീകരണക്കുറിപ്പെന്ന് വ്യാഖ്യാനിക്കണോ അതോ ഒരു കുറ്റപത്രം എന്ന് നമുക്ക് വിശേഷിപ്പിക്കണമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു വരി ഇങ്ങനെയാണ്: പ്രോബില്ല എന്ന് പറഞ്ഞ് ശസ്ത്രക്രിയ മുടക്കിയപ്പോൾ എന്ന് കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നീട് അതിൻ്റെ മുകളിൽ ഈ സർവീസ് 1960 സർക്കാർ ഉദ്യോഗസ്ഥരുടെ സർവീസ് ചട്ടമുണ്ടല്ലോ, അതിൽ പറയുന്ന വകുപ്പുകൾ എണ്ണിപ്പറഞ്ഞ് 56, 60, 62 ഇങ്ങനെ വകുപ്പുകൾ എണ്ണിപ്പറഞ്ഞ് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് ആ വിശദീകരണക്കുറിപ്പ് പോയിരിക്കുന്നത്. ആ ദിവസം അദ്ദേഹം പ്രതികരിച്ചു. രണ്ടാം ദിവസം ആയപ്പോൾ അതിവൈകാരികമായി കണ്ണു നിറഞ്ഞാണ് പ്രതികരിച്ചത്. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് അങ്ങനെ അധികം മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വന്നില്ല. ഇത്രയും വിഷയമുണ്ടായിട്ടും KGMCTയുടെ ഗ്രൂപ്പുകളിലും മറ്റുമൊക്കെയാണ് അദ്ദേഹം പ്രതികരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഇല്ലാതിരുന്ന സമയത്ത് ഓഫീസിൽ മറ്റൊരു പരിശോധന നടന്നതിലൊക്കെ കടുത്ത അതൃപ്തി ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ KGMCTയുടെ ഒരു യോഗം നടക്കുന്നുണ്ട്. KGMCT എന്താണെങ്കിലും പൂർണ്ണമായ പിന്തുണ ഈ ഡോക്ടർക്ക് പ്രഖ്യാപിക്കുകയാണ്. അത് രാഷ്ട്രീയമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അവരുടെ പൂർണ്ണ പിന്തുണ ഡോക്ടർക്ക് ഉണ്ടാകുന്നു. മാത്രമല്ല, ഈ ഡോക്ടർക്കെതിരെ ഇങ്ങനെ ഒരു നീക്കം നടക്കുമ്പോൾ സാധാരണക്കാർക്കും തോന്നും, അങ്ങനെ ഒരു തോന്നൽ വരുത്തുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നിരന്തരം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ആദ്യം ചേർത്ത് പിടിക്കുമെന്ന് പറഞ്ഞ മന്ത്രി പിന്നീട് കൈവിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. ഒരു കളവ് പോയി എന്നൊരു വാക്ക്, ഈ ഉപകരണം ഈ ഹാരിസ് ഡോക്ടറുടെ കീഴിൽ നിന്നും കളവ് പോയി എന്ന് പറയപ്പെടുന്നു. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന പ്രസ്താവനകൾ ഇന്നത്തെ വാർത്താ സമ്മേളനം കൂടിയാകുമ്പോൾ ഇത് പൂർണ്ണമാവുകയാണ്. ഇപ്പോൾ ഞാനിങ്ങനെ ഫേസ്ബുക്ക് തൂത്തു നോക്കുകയായിരുന്നു. അപ്പോൾ ഫേസ്ബുക്കിൽ പല പോസ്റ്റുകൾ സംവിധാനം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡോക്ടർ ഹാരിസിന് വേണ്ടി ജയ് അല്ലെങ്കിൽ ഹാരിസ് വലിയ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ ചില പ്രൊഫൈലുകളിൽ ഇപ്പോൾ ഡോക്ടർ ഹാരിസിനെതിരെയുള്ള പ്രചാരണം ആരംഭിച്ചു. ശരി, ഒരിടവേള കൂടി.